അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ അതിനിർണായകവുമായ ഒരു വഴിത്തിരിവാണ് അഫ്ഗാനിസ്ഥാനിലെ റഷ്യയുടെ നയതന്ത്ര നീക്കങ്ങൾ. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയതിനു ശേഷം താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ ലോകരാജ്യങ്ങൾ താലിബാനെ ഒറ്റപ്പെടുത്തുമെന്നും ബഹിഷ്കരിക്കുമെന്നുമായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പൊതുവായ ധാരണ. എന്നാൽ ഈ പ്രതീക്ഷകളെയും കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ച് താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ മാറിയത് അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഞെട്ടിച്ചു. ഈ നീക്കം കേവലം ഒരു നയതന്ത്രപരമായ അംഗീകാരത്തിനപ്പുറം ആഗോള ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നുണ്ട്. 2021 ഓഗസ്റ്റിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം മിന്നൽ വേഗത്തിൽ പിടിച്ചെടുത്തു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ടത്തിന് ശേഷം അമേരിക്കൻ സൈനികർക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായി. താലിബാൻ ഭരണകൂടത്തെ ഒരു തീവ്രവാദ സംഘടനയായി കണക്കാക്കി ലോകരാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടുത്തുമെന്നായിരുന്നു അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് റഷ്യ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചു. ഇത് അമേരിക്കൻ ചേരിക്ക്, പ്രത്യേകിച്ചും പാശ്ചാത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. റഷ്യയുടെ ഈ നീക്കത്തിന് പിന്നാലെ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിച്ചത് അമേരിക്കൻ പക്ഷത്തിന് മറ്റൊരു പ്രഹരമായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ താലിബാനുമായുള്ള ഈ സഹകരണം ഇന്ത്യക്ക് ഏറെ സഹായകരമായി മാറിയെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമുള്ള ആഴത്തിലുള്ള ബന്ധം നിലവിൽ ഇന്ത്യക്ക് പുതിയ അഫ്ഗാൻ ഭരണകൂടവുമായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ നിയന്ത്രണത്തിലായത് കടുത്ത സംഘർഷങ്ങളിലൂടെയും സൈനിക മുന്നേറ്റങ്ങളിലൂടെയുമായിരുന്നു. എന്നാൽ റഷ്യ ഈ നേട്ടം കൈവരിച്ചത് ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ തികഞ്ഞ നയതന്ത്രത്തിലൂടെയാണ്. താലിബാനെ തങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരാൻ റഷ്യ വിജയകരമായി ശ്രമിച്ചു. ഇത് മറ്റൊരു പുതിയ ഭൗമ രാഷ്ട്രീയ സഖ്യത്തിന് റഷ്യ രൂപം നൽകിയിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. താലിബാൻ പ്രതിനിധി ഗുൽ ഹസൻ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റൂഡൻകോയ്ക്ക് സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് റഷ്യ താലിബാന് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. ഈ നീക്കം യാദൃശ്ചികമായിരുന്നില്ല. കഴിഞ്ഞ ഏപ്രിലിൽ 20 വർഷമായി റഷ്യയുടെ തീവ്രവാദ സംഘടനകളുടെ ദേശീയ പട്ടികയിൽ ഉണ്ടായിരുന്ന താലിബാനെ ആ പട്ടികയിൽ നിന്നും റഷ്യ നീക്കം ചെയ്തിരുന്നു. ഇത് താലിബാനെ അംഗീകരിക്കാനുള്ള റഷ്യയുടെ തീരുമാനം ദീർഘകാലമായുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. റഷ്യയുടെ അംഗീകാരം താലിബാന് പുതിയ വഴികളും അവസരങ്ങളും തുറന്നു നൽകിയിരിക്കുന്നത് 2021 ഭരണം നേടിയതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം നേടുക എന്നത് താലിബാന് മുന്നിൽ ഒരു വലിയ കടമ്പയായി നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ കടന്നുവരവ്. ലോകരാജ്യങ്ങളുമായി തന്ത്രപ്രധാനമായ ധാരണകൾ ഉണ്ടാക്കുന്നതിനും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഈ അംഗീകാരം താലിബാനെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് റഷ്യയുടെ ഈ നീക്കത്തെ താലിബാൻ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ റഷ്യ സ്വീകരിക്കുന്ന ആദ്യ നയതന്ത്ര നീക്കമല്ല ഇത്. 2021 അമേരിക്കയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട് തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അവരുടെ എംബസികൾ പിൻവലിച്ചപ്പോൾ റഷ്യ തങ്ങളുടെ എംബസി അവിടെ തുടർന്നു. കൂടാതെ 1989 സോവിയറ്റ് യൂണിയൻ 10 വർഷം നീണ്ട മുജാഹിദീനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറിയപ്പോൾ ആ മുജാഹിദീനിലെ പലരും ആധുനിക താലിബാൻ നേതാക്കളായി മാറുന്ന സ്ഥിതികളുമുണ്ടായി. ഇത് താലിബാനുമായി റഷ്യക്ക് ദീർഘകാല ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ ബന്ധം റഷ്യ ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് വേണം കരുതാൻ. വെറുമൊരു നയതന്ത്ര ബന്ധം പടുത്തുയർത്തുക മാത്രമല്ല ഈ അംഗീകാരത്തിലൂടെ റഷ്യ താലിബാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, മറിച്ച് ഭീകരവാദത്തിൽ നിന്നുള്ള സുരക്ഷയാണ്. 2024 മാർച്ചിൽ ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന ഭീകരാക്രമണം റഷ്യയെ കാര്യമായി ബാധിച്ചു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ആ ആക്രമണത്തിന് പിന്നിൽ ഖൊറാസൻ വിലായത്ത് എന്ന ISIS ബന്ധമുള്ള സംഘടനയായിരുന്നു. താലിബാനുമായുള്ള ബന്ധം ചിലർക്ക് അരുചി ഉണ്ടാക്കുമെങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നയതന്ത്രപരമായ ആവശ്യകതയാണ്. ISIS പോലുള്ള ഭീകര സംഘടനകളെ മുന്നിൽ നിന്ന് ചെറുക്കാനുള്ള ഒരു ശക്തിയെയാണ് റഷ്യ താലിബാനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താലിബാനെ റഷ്യ ഒരു പ്രശ്നമായി കാണുന്നില്ല, മറിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായാണ് കാണുന്നത്. താലിബാന് നിയമസാധുത വാഗ്ദാനം ചെയ്യുമ്പോൾ തിരിച്ച് സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ താലിബാനോട് ആവശ്യപ്പെടുക കൂടിയാണ് റഷ്യ ചെയ്യുന്നത്. ഒന്നും കാണാതെ എടുത്തു ചാടിയതല്ല റഷ്യയുടെ ഈ നീക്കം. പരസ്യമായി താലിബാനെ അംഗീകരിക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചും റഷ്യയ്ക്ക് ബോധ്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സമൃദ്ധമായ ലിഥിയം നിക്ഷേപത്തിലും അപൂർവ ധാതു സമ്പത്തുകളിലും തന്നെയാണ് റഷ്യയുടെ പ്രധാന കണ്ണ്. മറ്റ് രാജ്യങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ നിയമപരമായി കടന്നു ചെല്ലാനും വിപണിയിൽ നേരിട്ട് ഇടപെടാനും ഇനി റഷ്യയ്ക്ക് സാധിക്കും.
റഷ്യൻ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ അഫ്ഗാൻ മാർക്കറ്റിൽ സുലഭമാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യൻ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. വ്യാപാര ബന്ധം വിപുലീകരിക്കാൻ റഷ്യയെ സഹായിക്കുന്ന മറ്റൊരു വലിയ ഘടകം ഈ ബന്ധത്തിന് പിന്നിലുമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പല റോഡുകൾ കൂടിച്ചേരുന്ന ഒരു കവലയാണ്. മധ്യേഷ്യയും തെക്കൻ ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കവലയെ കൈവശപ്പെടുത്തുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പവഴിയാണ് റഷ്യക്ക് തുറന്നു നൽകുന്നത്. അഫ്ഗാനിസ്ഥാനുമായി പരസ്യമായി ബന്ധമുണ്ടാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ഈ നയതന്ത്ര നീക്കം പ്രസക്തമാവുന്നത്.